വയലൻസ് വയലൻസ് മാർക്കോ കാണുന്നുണ്ട് ആലക്കോട് ഫിലിം സിറ്റിയിൽ ഇറങ്ങിയിട്ടാണ് 4 മണിക്കാണ് ഷോയ. ഇതിൽ പറയുന്നത് വയലൻസിൻ്റെ അങ്ങേയറ്റമാണെന്നൊക്കെയാണ് റിവ്യൂസൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ എല്ലാ റിവ്യൂസൊന്നും കാണാനും കേൾക്കാനൊന്നും നിന്നില്ല. ആ എക്സൈറ്റ്മെൻറ്റ് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കാൻ തന്നെയായിട്ട് വന്നേക്കുവാണ് ആലക്കോട് ഫിലിം സിറ്റി. I'm a boss, keeping raw. I'm a boss, keeping G. I'm a raw with the talk. മാർക്കോ മാർക്കോ മാർക്കോ, ഇതാണ് സിനിമ, ഇതാണ് വയലൻസ് 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 ലൈക്സ് മീ. KGF ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ യാഷിനെ പോലെ ഒരു സ്റ്റാർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മളിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചില്ലേ. മലയാളത്തിൽ നിന്ന് അങ്ങനൊരു സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചോരക്കളിയെന്ന് ചോരക്കളി. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് മനക്കെട്ടിയില്ലെങ്കിൽ ഇരുന്ന് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലത്തെ സീനുകളൊക്കെയാണ് എടുത്തിങ്ങനെ വെച്ചേക്കുന്നത്. ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ്. നമ്മൾ പുഷ്പ കണ്ടപ്പോഴേ, പുഷ്പയ്ക്കകത്ത് കൈയും കാലും കെട്ടിയിട്ട് പുഷ്പ പുഴു പോലെ ഇഴഞ്ഞടിക്കുന്ന ഒരു സീനൊക്കെ കണ്ടില്ലേ. ഈ സിനിമയിൽ ഒരു സാധനമുണ്ട്, ഇങ്ങനെയാണ് ഫൈറ്റ് സീൻ എടുക്കേണ്ടത്. ഇതാണ് ഫൈറ്റ് സീൻ. ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. എത്ര നേരം ഇതുപോലത്തെ സാധനങ്ങൾ. ഉണ്ണി മുകുന്ദൻ്റെ സ്റ്റൈല്, സ്വാഗ്, ശരിക്കും ഈ പടത്തിലാണ് നമ്മൾ ഉണ്ണി മുകുന്ദനെ കാണുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഹനീഫ സാനിയുടെ ഡയറക്ഷൻ പൊളിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ എടുക്കാനും ഉണ്ണി മുകുന്ദനിൽ ഇങ്ങനൊരു സ്റ്റാർ ഉണ്ടെന്ന് നിങ്ങൾ വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വേണ്ടി വന്നു. മ്യൂസിക് KGF ഒക്കെ ചെയ്ത രവി ഭാസ്കർ പൊളിയായിരുന്നത്. ഒരു ആക്ഷൻ വയലൻസ് ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി സൂപ്പറാണ്. അങ്ങനെ ആകെ മൊത്തം അടിപൊളിയായിരുന്നു. പിന്നെ ഞാനൊരു റിവ്യൂ എന്ന രീതിയിലൊന്നും ചെയ്തതല്ല. ഈ പടം കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. പല ആക്ഷൻ ത്രില്ലർ വയലൻസ് മൂവികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മൂവി ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അത് മലയാളത്തിൽ നിന്ന് അത് എടുക്കാൻ കാണിച്ച ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അവരുടെ ആ ഒരു ധൈര്യം, ഇങ്ങനൊരു പ്രോഡക്റ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടായതിൻ്റെ ഒരു അഭിമാനവും. നമുക്ക് മോണ്ടടാവേ ഒരു സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. അത് ഇനി നമ്മൾ കാണാൻ പോകുന്നതുള്ളൂ.